നമസ്കാരം. ഒരു രാജ്യത്തിൻ്റെ ഭാവി തലമുറയെ ദേശസ്നേഹത്തിൻ്റെയും ജനാധിപത്യ മൂല്യങ്ങളുടെയും പാതയിലൂടെ നയിക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദേശീയോത്സവങ്ങൾക്കും അതീവ നിർണായകമായ പങ്കാണുള്ളത്. കൊച്ചുകുട്ടികളിൽ രാജ്യത്തോടുള്ള ആദരവും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രബോധവും വളർത്തിയെടുക്കുന്നതിൽ സ്കൂളുകളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ പോലുള്ള ദേശീയ ദിനാചരണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലെ ചില സർക്കാർ സ്കൂളുകളിൽ ഇത്തരം സുപ്രധാന ദേശീയോത്സവങ്ങൾ ആചരിക്കപ്പെടുന്നില്ല എന്ന പരാതികളും വാർത്തകളും ഗൗരവകരമായ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. പഞ്ചാബിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ഗ്രാമങ്ങളിലെ സർക്കാർ സ്കൂളുകളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടന്നില്ലെന്ന പരാതിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ ഇടപെടുകയും സംസ്ഥാന സർക്കാരിനോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തത് ഈ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പ്രിയങ്ക് കാനൂങ്കോയുടെ നേതൃത്വത്തിലുള്ള മനുഷ്യാവകാശ കമ്മീഷൻ ബെഞ്ച് പഞ്ചാബ് സർക്കാരിനയച്ച നോട്ടീസിൽ ഈ വിഷയത്തിലെ വിവിധ വശങ്ങൾ കർശനമായി പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിർത്തി പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും കുറിച്ച് പഠിക്കാനും സഹപാഠികൾക്കൊപ്പം ദേശീയോത്സവങ്ങളിൽ പങ്കെടുക്കാനുമുള്ള തുല്യ അവസരം നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്നാണ് കമ്മീഷൻ പ്രധാനമായും പരിശോധിക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21A ഉറപ്പു നൽകുന്ന വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ ഭാഗമായി കുട്ടികളുടെ സമഗ്രമായ വികസനം ഉറപ്പാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും ദേശീയോത്സവങ്ങളുടെ ആചരണം കുട്ടികളുടെ വിദ്യാഭ്യാസ അനുഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ എല്ലാ സർക്കാർ സ്കൂളുകളിലേക്കും കൃത്യമായി എത്തിച്ചിരുന്നു എന്നും അവ ഒരേപോലെ നടപ്പിലാക്കാൻ എന്ത് നിരീക്ഷണ സംവിധാനമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയതെന്നും കമ്മീഷൻ ആരാഞ്ഞിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളോ ഭരണപരമായ വീഴ്ചകളോ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതികളോ കാരണം കുട്ടികൾ ഇത്തരം അവസരങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ എന്നും കണ്ടെത്തേണ്ടതുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടക്കാത്ത ജില്ലകളും സ്കൂളുകളും പ്രത്യേകിച്ച് ഗ്രാമീണ വിദൂര അതിർത്തി പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവ വേർതിരിച്ചറിയാനും വീഴ്ചകൾക്ക് കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാനും സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ പഞ്ചാബ് ചീഫ് സെക്രട്ടറിയോട് 4 ആഴ്ചയ്ക്കുള്ളിൽ വിശദമായ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനു പുറമെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നും പ്രസക്തമായ വിവരങ്ങൾ തേടുകയും ഉചിതമായ തുടർ നടപടികൾക്കായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിർത്തി പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് രാജ്യത്തിൻ്റെ ദേശീയ മുഖ്യധാരയിൽ നിന്നും ദേശീയ മൂല്യങ്ങളിൽ നിന്നും യാതൊരു വിധത്തിലും പിന്നോട്ട് പോകേണ്ടി വരരുതെന്നും ഭരണഘടന നൽകുന്ന തുല്യ അവസരങ്ങൾ എല്ലാ കുട്ടികൾക്കും ലഭ്യമാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ഈ സംഭവവികാസങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകളോ ജിഹാദി ഗ്രൂപ്പുകളുടെ ആസൂത്രിത ശ്രമങ്ങളാണോ ഉള്ളത് എന്നതിനെക്കുറിച്ച് ഔദ്യോഗിക അന്വേഷണ ഏജൻസികളോ സർക്കാരോ ഇതുവരെയും ഔദ്യോഗിക സ്ഥിരീകരണങ്ങളോ തെളിവുകളോ പുറത്തുവിട്ടിട്ടില്ല. ലഭ്യമായ വിവരങ്ങളുടെയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രസ്താവനകളുടെയും അടിസ്ഥാനത്തിൽ ഇതൊരു ഭരണപരമായ വീഴ്ചയായോ അതത് പ്രദേശങ്ങളിലെ ഉദ്യോഗസ്ഥരുടെയും സ്കൂൾ അധികൃതരുടെയും ജാഗ്രത കുറവായോ ആണ് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നത്. അതിർത്തി പ്രദേശങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങളുടെ പരിമിതികൾ, അറ്റകുറ്റപ്പണികളുടെ കുറവ് അല്ലെങ്കിൽ മേൽനോട്ടമില്ലായ്മ എന്നിവ കാരണമാകാം ഇത്തരം വീഴ്ചകൾ സംഭവിച്ചത് എന്നാണ് കമ്മീഷൻ പരിശോധിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗങ്ങളുടെയോ ഗ്രൂപ്പുകളുടെയോ ഗൂഢാലോചനയോ ഇടപെടലോ ഉള്ളതായി ഇതുവരെയുള്ള ഔദ്യോഗിക റിപ്പോർട്ടുകളിൽ പരാമർശിച്ചിട്ടുമില്ല. പഞ്ചാബ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ജാഗ്രത കുറവുകളും ഭരണപരമായ അപര്യാപ്തതകളുമാണ് ഇത്തരം വലിയ വീഴ്ചകളിലേക്ക് നയിച്ചത് എന്നാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. എങ്കിലും അതിർത്തി മേഖലകളിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ രാജ്യസുരക്ഷയുമായി കൂടി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ കേന്ദ്ര ഏജൻസികളും സംഭവത്തിൽ അതീവ ഗൗരവത്തോടെയുള്ള നിരീക്ഷണങ്ങൾ തുടരുന്നുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനോ ദേശീയ പ്രാധാന്യമുള്ള ഇത്തരം ചടങ്ങുകളെ അട്ടിമറിക്കുന്നതിനോ
ജിഹാദി ഗ്രൂപ്പുകളോ തീവ്രവാദ സംഘടനകളോ സ്കൂൾ തലത്തിൽ ശ്രമിച്ചതായി മുൻകാലങ്ങളിലെ അന്വേഷണങ്ങളിലോ ഔദ്യോഗിക റിപ്പോർട്ടുകളിലോ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഭീകരവാദ ഭീഷണികളോ അല്ലെങ്കിൽ സുരക്ഷാ മുന്നറിയിപ്പുകളോ ഉണ്ടാകാറുണ്ട് എങ്കിലും അവ സാധാരണയായി തന്ത്രപ്രധാനമായ പൊതുസ്ഥലങ്ങളെയും നഗരങ്ങളെയും ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. എന്നാൽ പഞ്ചാബിലെ അതിർത്തി ഗ്രാമങ്ങളിലെ സർക്കാർ സ്കൂളുകളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടക്കാതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതുവരെ പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം ഇതൊരു ഭരണപരമായ വീഴ്ചയായോ അതത് പ്രദേശങ്ങളിലെ നിരീക്ഷണക്കുറവായോ മാത്രമാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. ഇതിനു പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ആസൂത്രിതമായ ജിഹാദി ഇടപെടലുകൾ ഉണ്ടായതായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനോ മറ്റ് ഔദ്യോഗിക ഏജൻസികളോ കണ്ടെത്തിയിട്ടില്ല. സ്കൂളുകളിൽ ദേശീയോത്സവങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരുകളുടെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റേതുമാണ് എന്നാണ് ഇത്തരം സംഭവങ്ങൾ വിലയിരുത്തപ്പെടുമ്പോൾ പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെടാറുള്ളത്. പഞ്ചാബും പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ പാകിസ്ഥാൻ അനുകൂല നിലപാടുള്ളവരെയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരുടെയും സാന്നിധ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്നത് ദേശീയ സുരക്ഷാ ഏജൻസികളും സർക്കാരുകളും അതീവ ഗൗരവത്തോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ചരിത്രപരമായി നോക്കിയാൽ പഞ്ചാബിലെ സമാധാനാന്തരീക്ഷം തകർക്കാനും ഇന്ത്യക്കെതിരെ പരോക്ഷ യുദ്ധം അഥവാ പ്രോക്സി വാർ നയിക്കാനും പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ISI ദീർഘകാലമായി ഇത്തരം തന്ത്രങ്ങൾ മെനഞ്ഞെടുത്ത് വരുന്നുണ്ട്. അതിർത്തിക്കപ്പുറത്ത് നിന്നുള്ള ഭീകരവാദ ഗ്രൂപ്പുകളും രാജ്യത്തിനകത്ത് വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ശക്തികളും തമ്മിലുള്ള ബന്ധം പലപ്പോഴായി സുരക്ഷാ സേനകളുടെ പരിശോധനകളിൽ വ്യക്തമായിട്ടുള്ളതാണ്. ആധുനിക കാലഘട്ടത്തിൽ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾ വെച്ച് പുലർത്തുന്നതോ അവർക്ക് സഹായങ്ങൾ ചെയ്തു നൽകുന്നതോ ആയ ചെറിയ മൊഡ്യൂളുകളും സ്ലീപ്പർ സെല്ലുകളും ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ഭീകരവാദ ഗ്രൂപ്പുകളും രാജ്യത്തിനകത്ത് വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ശക്തികളും തമ്മിലുള്ള ബന്ധം പലപ്പോഴായി സുരക്ഷാ സേനകളുടെ പരിശോധനകളിൽ വ്യക്തമായിട്ടുള്ളതാണ്. ആധുനിക കാലഘട്ടത്തിൽ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾ വെച്ച് പുലർത്തുന്നതോ അവർക്ക് സഹായങ്ങൾ ചെയ്തു നൽകുന്നതോ ആയ ചെറിയ മൊഡ്യൂളുകളും സ്ലീപ്പർ സെല്ലുകളും ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വലിയ തോതിലുള്ള സംഘടിത പ്രസ്ഥാനങ്ങൾക്ക് പകരം ചെറിയ സംഘങ്ങളായും കുറ്റവാളി സംഘങ്ങളുടെ മറവിലുമാണ് ഇത്തരം ദേശവിരുദ്ധ ശക്തികൾ പ്രവർത്തിക്കുന്നത്. അതിർത്തി കടന്ന് ആയുധങ്ങളും മയക്കുമരുന്നും സ്ഫോടക വസ്തുക്കളും ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് പാകിസ്ഥാൻ അനുകൂല ഗ്രൂപ്പുകൾ ആധുനിക ഡ്രോണുകളെയും സാങ്കേതിക വിദ്യകളെയും വ്യാപകമായി ആശ്രയിച്ചിരുന്നു. ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രാദേശികമായി ചില സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിർത്തി മേഖലകളിൽ സുരക്ഷാ ഏജൻസികൾ കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചില തീവ്രവാദ സംഘടനകളും വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന ചില വിഘടനവാദി ശക്തികളും ചേർന്ന് പഞ്ചാബിലെ യുവാക്കളെ സമൂഹ മാധ്യമങ്ങൾ വഴിയും സാമ്പത്തിക വാഗ്ദാനങ്ങൾ നൽകിയും സ്വാധീനിക്കാനും പാകിസ്ഥാൻ അനുകൂല ആശയങ്ങൾ പ്രചരിപ്പിക്കാനും നിരന്തരം ശ്രമിക്കുന്നുമുണ്ട്. രാജ്യത്തിൻ്റെ സമാധാനവും സാമുദായിക സൗഹാർദ്ദവും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് ചെറിയ തോതിലുള്ള സ്ഫോടനങ്ങളോ അക്രമങ്ങളോ നടത്താനും ഇത്തരം ഗ്രൂപ്പുകൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ പഞ്ചാബ് പോലീസും BSFും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും സംയുക്തമായി നടത്തുന്ന ശക്തമായ പ്രതിരോധ നടപടികളിലൂടെ ഇത്തരം നീക്കങ്ങളെ സമയബന്ധിതമായി തകർക്കാൻ സാധിക്കുന്നു. അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾ വെച്ച് പുലർത്തുന്നവരും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ തൽപരരുമായ ശക്തികൾ ഇപ്പോഴും നിഴൽ പോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിക്കുന്ന വസ്തുതയാണ്. ഇത്തരം ഘട്ടത്തിൽ തന്ത്രപ്രധാനമായ അതിർത്തി ഗ്രാമങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ദേശീയോത്സവങ്ങൾ ആചരിക്കപ്പെടാതെ പോകുന്ന സാഹചര്യം തീർച്ചയായും ദേശവിരുദ്ധ ശക്തികൾക്കും വിഘടനവാദി ഗ്രൂപ്പുകൾക്കും തെറ്റായ സന്ദേശം നൽകാൻ ഇടയാക്കിയേക്കും. കുട്ടികളിൽ രാജ്യത്തോടുള്ള കൂറും ദേശീയബോധവും വളരുന്നതിനെ തടസ്സപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ഭരണഘടനാപരമായ അവകാശങ്ങളിൽ നിന്ന് അവരെ അകറ്റി നിർത്തുന്നതോ ആയ ഏത് സാഹചര്യവും അത്തരം ശക്തികൾക്ക് മാനസികമായ പ്രചോദനമായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. സമൂഹത്തിലെ യുവാക്കളെയും കുട്ടികളെയും ലക്ഷ്യമിട്ട് രാജ്യവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ദേശസ്നേഹത്തിൻ്റെ വേരുകൾ അറുത്തുമാറ്റാനും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവർക്ക് സ്കൂളുകളിലെ ഇത്തരം വീഴ്ചകൾ അനുകൂലമായ സാഹചര്യമായി ഭവിച്ചേക്കാം.
ദേശീയ ചിഹ്നത്തോടും സ്വാതന്ത്ര്യദിനത്തോടുമുള്ള ആദരവ് കുട്ടികളിൽ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അവബോധം കുറയ്ക്കാനോ ബോധപൂർവമല്ലാതെ എങ്കിലും ഇത്തരം സംഭവങ്ങൾ കാരണമാകുന്നുണ്ട് എങ്കിൽ അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വലിയൊരു വിടവായി തന്നെ വിലയിരുത്തണം. ഭരണപരമായ അശ്രദ്ധയോ മേൽനോട്ടക്കുറവോ കാരണമുണ്ടാകുന്ന ഇത്തരം വിടവുകൾ ഭാവിയിൽ വലിയ ഭീഷണികളിലേക്ക് നയിക്കാനുള്ള സാധ്യതയും സുരക്ഷാ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളെ ഒട്ടും നിസ്സാരമായി കാണാതെ കർശനമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കേണ്ടത് സർക്കാരുകളുടെയും വിദ്യാഭ്യാസ വകുപ്പുകളുടെയും പ്രഥമ ഉത്തരവാദിത്തമാണ്. അതിർത്തി പ്രദേശങ്ങളിലെ എല്ലാ സ്കൂളുകളിലും ദേശീയോത്സവങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ്. ദേശവിരുദ്ധ ശക്തികൾക്കും വിഘടനവാദികൾക്കും യാതൊരു വിധത്തിലുള്ള അനുകൂല സാഹചര്യങ്ങളും പ്രചോദനവും ലഭിക്കാത്ത വിധം ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങളും ബോധവൽക്കരണങ്ങളും അതിർത്തി മേഖലകളിൽ നടപ്പിലാക്കുക വഴി മാത്രമേ ഇത്തരം ഭീഷണികളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.